ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? പാൽ വഴക്ക. സാധാരണ അതിൽ പഞ്ചസാരയാണ് ഇടുക, പക്ഷെ നമ്മളിപ്പോൾ പഞ്ചസാര അല്ല ഇന്ന് ഉപയോഗിക്കുന്നത്, അതിൽ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ശർക്കര ദേ ഉരുക്കി എടുക്കുന്നുണ്ട്. അത് ഉരുക്കി എടുത്തതിന് ശേഷം നമുക്കപ്പോൾ അതിൽ കരടോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതിനാണ്. അതുപോലെ വഴക്ക, അതായത് നേന്ത്രപ്പഴം, അത് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സാധനം എന്ന് വെച്ചാൽ നമ്മളെ ചവ്വരി അറിയാലോ, സാബുനരി എന്ന് പറയുന്ന സംഭവമാണിത്. ആ സംഭവം വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ല മണിമണിയായിട്ട്. ഇതിലിപ്പോൾ ഈ കരടായിട്ട് കിടക്കുന്നത് ഞാൻ ഏലക്ക പൊടിച്ചിട്ടതാട്ടോ. അതിലേക്ക് വേണ്ട സംഭവം ഏലക്കയാണ്. ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് വേവിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് ഈ വേണമെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് അതിൽ. അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് നല്ല കളർഫുള്ളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അധികം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം, മുന്തിരി വറുത്തെടുക്കാം, എന്നിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഞാൻ വാഴക്ക നന്നായിട്ട് ഒരിത്തിരി നെയ്യെടുത്ത് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ജസ്റ്റ് ഉണ്ടയായി പോകരുത്, അതുപോലെ തന്നെ കിടക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ സംഭവം കൂടി മിക്സ് ചെയ്ത് പാലും ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ പാൽ വാഴക്ക. ഇനി ഞാനിതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നെയ്യിലൊന്ന് വഴറ്റണം. അതിൻ്റെ ഇടയ്ക്ക് തിന്നില്ല പാപ്പോ നമുക്ക്. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഈ സംഭവം ചിലർ പറയേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അധികം കാണിച്ചത്. ഇത് ഇങ്ങനെ കിട്ടില്ല, ഇത് മണിമണിയായിട്ട് കിട്ടില്ല. പകരം ഇതിങ്ങനെ കുറുകി ഇതായി പോകുമെന്ന് പറയും. ഡയറക്റ്റ് വെള്ളത്തിലിട്ട് തിരുമ്മി എടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ വേവിക്കാൻ നോക്കിയാൽ കലങ്ങിപ്പോവും. അതിന് പകരം ഈ സംഭവം ചെറു ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഇട്ട് വേവിക്കുക. ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, വൈറ്റ് കളറിൽ മണിമണിയായിട്ട്. അപ്പോൾ അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ചോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നന്നായിട്ട് വീർത്ത് വരും. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു കുഞ്ഞ് കുക്കർ എടുത്ത് വെച്ച്, അല്ലെങ്കിൽ സാധാ പാത്രത്തിലായാലും മതി, കുക്കർ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് വേവിച്ചാൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കലങ്ങാത്ത ഉണ്ടയായിട്ട് കിട്ടും. നമ്മൾ കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാലൊഴിച്ചു കൊടുക്കണം. നമ്മൾ കാച്ചിയെടുത്ത പാലാണ്. ആ പാല് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സംഭവം നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മളിത് കാണുമ്പോൾ തന്നെ ഉണ്ട്, ഇത് നല്ല ഭംഗിയില്ലേ, നല്ല ഉണ്ടായിട്ട് ഇങ്ങനെ കാണുന്നില്ലേ, നല്ല ഭംഗിയുണ്ട്. നല്ല വൈറ്റ് കളറിൽ പഞ്ചസാരയാണ് ചേർത്തതെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറിലുണ്ടാവും. പക്ഷെ ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും പഞ്ചസാരയേക്കാൾ ഏറ്റവും ഇഷ്ടം ശർക്കരയാണ്. അപ്പോൾ അത് കാരണം എല്ലാവരും ശർക്കരയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടേസ്റ്റിലൊട്ടും കുറവില്ല. ഇവിടെ എല്ലാവർക്കും, ഞങ്ങൾ കുറച്ച് വിരുന്നുകാരുണ്ട്, അപ്പോൾ അവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അത് കാരണം ഇപ്പം ഐസ്ക്രീമിനോടൊന്നും വലിയ ഇതില്ല. ചെറിയ ചൂട്ടോടെ കഴിക്കാനും, അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെയാണ് സാധാരണ ഉണ്ടാക്കുക. ഇപ്പം അതിനോട് വലിയ താല്പര്യം കാണുന്നില്ല. അപ്പോൾ എന്ത് കാണിച്ചു, ഇതുണ്ടാക്കാമെന്ന് വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കാം. ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്ത് കോരി അതിലിടാം കേട്ടോ. ഇതിപ്പോൾ ഏലക്കായുടെ ഒരു ഇതാണ്, അതുകൊണ്ടാണ് അതങ്ങനെ നോക്കുന്നത്. അല്ലാതെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് തിളച്ച് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ടൈറ്റാവും. ഇത്രയും ലൂസായിട്ടുണ്ടാവില്ല, ഇത്തിരി ടൈറ്റായിട്ട് കിട്ടും കേട്ടോ. അത് ഉറക്കുന്ന കാരണമാണ് ഇപ്പോൾ ഇത്തിരി ലൂസാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി ഇടാം കേട്ടോ. അപ്പോൾ നമ്മളുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ
നല്ല വറുത്തതായിട്ടുണ്ട്. ഓവർ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല, കാരണം എല്ലാം ഹെവി ഐറ്റംസാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ പരീക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് കൊണ്ട് നെയ്യൊന്നും അധികം ഓവറായിട്ട് ഒഴിച്ചില്ല. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ പല കളറ്, പല ഐറ്റംസ്. എങ്ങനെയുണ്ട് ഇത്? ഒരു രക്ഷയില്ല മക്കളെ. കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കൊച്ചു കുട്ടികൾ വരെ ഈ നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ളവരുണ്ടല്ലോ, കുട്ടികൾ, അവർക്ക് സുഖമാണ് അവരെ കഴിപ്പിക്കാൻ ഈ സാധനം ഉണ്ടാക്കി കൊടുക്കുക. വളരെ എളുപ്പമാണ്, ഒന്നും ചെയ്യാനില്ല. ഈ സംഭവം ഒന്ന് വേവിച്ചെടുക്കേണ്ട ഒരു നേരം, ഒരു 10 മിനിറ്റ് കുതിർത്തെടുക്കുക, വേവിക്കുക, അത്രയേ ഉള്ളൂ. പിന്നുള്ള ടൈം ഫുള്ള് നമുക്ക് ഈ വക സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പഴം, അത് കഴിഞ്ഞിട്ട് പാലും, അതുപോലെ ശർക്കര പാനി. ഇനി അത് വേണ്ടാത്തൊരു പഞ്ചസാര ഇടാം, പഞ്ചസാരയുടെ ഏലക്ക പൊടിച്ചിടാം. ഒരൊറ്റ തിള കഴിഞ്ഞു, സംഭവം റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പം മനസ്സിലാവുമല്ലോ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ.